ഞാൻ ഓർത്തി പേജിലെ ആദ്യത്തെ വീഡിയോ തന്നെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ആഗ്രഹം സാധിച്ചു തന്ന ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് റൂം ഓഫ് ഗാലക്സി ഇൻ എയർപോർട്ടിൽ നിന്നാവാന്ന് ഞാൻ ഓർത്തു. ഫോർ മീ ഇറ്റ്സ് ദ ലക്കിയസ്റ്റ്. പിന്നെ ഇത് അവൾമാർ വരുന്നതിന് ഒരാഴ്ച മുമ്പത്തെയാണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു അവിടെ ഇരിക്കുന്ന ബാഗ് ഹിസാനയുടെ അന്ന് ഒന്നും. ഇപ്പം എൻ്റെ ഭാഗം ഇത്തിരി അൺടൈഡി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഭാഗം കാണിച്ചത്. അവിടെ ടേബിൾ, നൈറ്റ് ലാമ്പ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല സ്പേഷ്യസ് ആയിരുന്നു. മിറർ അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള റൂമായിരുന്നത്. ആൻഡ് ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന ഷൈദയുടെയാണ്. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത് ഷൈദയുടെ വാർഡ്രോബാണ്. എൻ്റെ സ്ഥലത്തെല്ലാം സാധനങ്ങളായതുകൊണ്ട് ക്ലീനായിട്ട് ഒരെണ്ണം കാണിക്കാമെന്ന് ഞാൻ ഓർത്തു. പിന്നെ ഈ വീഡിയോ പെർഫെക്റ്റ് അല്ല, കാരണം ഞാൻ ഭയങ്കരമായി പേടിച്ചെടുത്തൊരു വീഡിയോ ആണ്. എന്തോ ഫോൺ അലോഡായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഉപയോഗിക്കാൻ. ഞാനപ്പം ആഗ്രഹത്തിൻ്റെ പുറത്തെടുത്തതാണ്. പിന്നെ നല്ലൊരു ബാത്റൂമായിരുന്നു. ആൻറ്റിമാർ റെഗുലർലി ക്ലീൻ ചെയ്യും. ആ സമയത്ത് ഞാൻ ബക്കറ്റും കപ്പൊക്കെ എൻ്റെ അകത്തായിരുന്നു വെച്ചിരുന്നത്. അതൊക്കെ എൻ്റേതാണ്. അപ്പം ഞാൻ എല്ലാം വരച്ചു വരണമെന്നുള്ള സംഭവമാണെന്ന് മനസ്സിലായല്ലോ. ഇത് നല്ലൊരു റൂം. ആക്ച്വലി 8 months ഓഫ് മെമ്മറീസ്. കരഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് സൂപ്പർ ജോയ്സ്. ശരിക്കും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇതെൻ്റെ ബെഡ് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. ഞാൻ ജനൽ നോക്കി എടുത്ത റൂമായിരുന്നു ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സീനറി. പിന്നെ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ലാസ്റ്റ് ഞാൻ വരുന്നതിന് മുമ്പത്തെ പാക്കിങ്. അന്നപ്പോഴത്തേക്ക് എൻ്റെ റൂമിൻ്റെ സൈഡ് ഇങ്ങനെ ആയിരുന്നു.